ഹായ് ഗായ്സ്, എന്താ പറയാ, ഹായ് ഗായ്സ്. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫുഡ് സ്പോട്ടിലേക്കാണ് പോകുന്നത്. നമ്മൾ ഫേസ്ബുക്കിൽ കണ്ടുപിടിച്ച ഒരു ഫുഡ് സ്പോട്ടാണ് ഇത്. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ? നമുക്ക് പോയിട്ട് ട്രൈ ചെയ്തിട്ട് പറയാം. യെസ്, കം. ഫ്രണ്ട്സ്, ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ, ഗൈസ്, നമുക്ക് 18 മിനിറ്റ് ഉണ്ട് അങ്ങോട്ടേക്ക്. കം ലെറ്റ്സ്. ഇപ്പോൾ നമ്മൾ രാത്രി ഒരു 8 മണി 8:30 ആയപ്പോഴാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റിനനുസരിച്ചാണ് ഞങ്ങൾ പോയത്. അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫ് ദോശയും അതുപോലെ തന്നെ മജ്ബൂസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കണ്ടിട്ടാണ് ഞങ്ങൾ പോയത്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ആറ്റിൻകുഴി റോഡിലുള്ള ട്രാവൻകൂർ മെസ് എന്ന് പറഞ്ഞ ഹോട്ടലാണ്. അപ്പോൾ അത് നല്ലൊരു ചെറിയ ഹോട്ടലാണ്. അതിൽ ഞങ്ങൾ ചെന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു 10 മിനിറ്റ് നേരം വെയിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് അവിടുത്തെ ഡിഷസ് ഒക്കെ വരുന്നത്. അപ്പം അതൊക്കെ ഞങ്ങൾ കണ്ട് കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾക്കുള്ള കോൾ വന്നു. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി സംഭവമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മൈസൂർ മിൽക്ക്, അതുപോലെ തന്നെ ബൂസ് പൊറോട്ട, അതൊക്കെയാണ്. പക്ഷെ ഞങ്ങൾ അത് മേടിച്ചില്ല. ഞങ്ങൾ 2 പേരെ ഉള്ളത് കൊണ്ടിട്ട് ഞങ്ങൾ ഒരു ബീഫ് ദോശയും അതുപോലെ തന്നെ ഒരു മജ്ബൂസുമാണ് ഞങ്ങൾ മേടിച്ചത്. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത്. വളരെ കൊച്ചു ഒരു ഹോട്ടലാണ്. ഇപ്പം പുതിയതായിട്ട് തുടങ്ങിയതേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. എന്തായാലും കൊള്ളായിരുന്നു. അവിടുന്ന് ട്രൈ ചെയ്ത 2 ഡിഷ് ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ എങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. എന്തേ മതിയാക്കിയോ? ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ. അത് കണ്ടപ്പോഴേ തോന്നി ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന കൂട്ടം. ഒരുപക്ഷെ ഇത് പിഴിഞ്ഞു തിന്നേണ്ടതായിരിക്കോ? ആ വലിയ പണക്കാരല്ലേ ഊട്ടിന്ന് കൊടക്കനാലിന് കൊണ്ടുവന്ന ഈ റബ്ബർ പോലത്തെ ഏതോ പച്ചക്കറിയാണെന്ന് തോന്നണേ. ഒരുപക്ഷെ ഈ പച്ചക്കറി റബ്ബർ തോട്ടത്തിൽ നിന്നുണ്ടായിരിക്കും. നിങ്ങൾ കൂടെ നോക്കട്ടെ. ശരിക്കും ക്ലീൻ ചെയ്തിട്ടില്ല. ഇതിന്റെ ഇലയൊക്കെ കിള്ളിക്കളഞ്ഞെന്നാ തോന്നണേ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 3 പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വിഴുങ്ങണത്. ഗൈസ്, ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. വഴിക്കൂടെ ആൾക്കാരൊക്കെ പോകണം. നല്ല വയർ ഫുള്ളായി നിറഞ്ഞു. അതെ, ഞങ്ങൾക്ക് 2 പേർക്കും ആവശ്യത്തിലധികമായിരുന്നു ഗൈസ് ഫുഡ്. ഇതാണ് ബില്ല്. 4 പേർക്ക്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പോകാം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു കുറച്ച് നേരം നമുക്ക് ബീച്ചിലൊക്കെ പോയിരുന്ന് കഥയൊക്കെ പറയാമെന്ന്. അങ്ങനെ ഞങ്ങൾ ബീച്ച് ഹിൽസിലേക്ക് പോണ വഴിയാണ്. അവിടെ റെയിൽവേ ക്രോസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് വെയിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ആ വഴി ഞങ്ങൾ അങ്ങനെ ഒരു 15 മിനിറ്റ് ഒടുവിൽ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ ബീച്ച് ഹിൽസിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ നമ്മൾ ആ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നേരെ ചെന്നിട്ട് ഡയറക്റ്റ് ബീച്ചിൻ്റെ അവിടെ കുറച്ച് നേരം ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഒരു 1.5 മണിക്കൂർ നേരം ഇരുന്നതിന് ശേഷം നമ്മൾ തിരിച്ചു പോരുവാണ് ചെയ്തത്. ഞങ്ങളിപ്പോൾ ബീച്ചിൽ വന്നിരിക്കുകയാണ്. ബീച്ചിൽ എന്നെ കാണുന്നില്ല. ഹായ് ഗായ്സ്, ഞങ്ങളിവിടെ രാത്രിയിൽ ബീച്ചിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ കഫേയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ കഫേയിലൊന്നും പോകുന്നില്ല. കാരണം ഞങ്ങൾ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ച് വയറിന് അറിഞ്ഞാണ്. ഫ്ലാഷ് ഇല്ലാത്ത കാരണം ഞങ്ങൾ ഫോണിൻ്റെ വെട്ടൊക്കെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതെ, ഭയങ്കര ഫോട്ടോ. അതെ, പക്ഷെ നല്ല രസമുണ്ട്. ഞങ്ങളെ കാണാനും നല്ല രസമായിട്ട് ഞങ്ങൾക്ക് ഇന്നത് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് നിർത്താത്തത്. ബീച്ച് കാണിക്കാൻ പറ്റില്ല, ഭയങ്കര ലൈറ്റ് പോയി. ഇതാണ് നമ്മൾ ബീച്ചിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന വ്യൂ. അവിടെ ആണെങ്കിൽ കടകളൊക്കെ ഉണ്ട്. കടകളിലാണെങ്കിൽ നിറയെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണെങ്കിൽ നല്ല ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ ആ ബീച്ചിലൊക്കെ. കൂടുതലും ഫാമിലീസൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ അടുത്ത് കണ്ട ഒരു കടയിൽ കയറി ഒരു ഗ്ലാസ് കട്ടനൊക്കെ കുടിച്ചിട്ട് നമ്മൾ രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും തിരിച്ച് വീട്ടിലോട്ട് പോരുകയാണേ. ഹായ് ഗായ്സ്, നമ്മുടെ ട്രിപ്പൊക്കെ അവസാനിപ്പിച്ച് നമ്മളിപ്പോൾ വീട്ടിലോട്ട് മടങ്ങുകയാണ്. ഇനി വീട്ടിൽ ചെന്നിട്ട് കുളിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള വിശേഷങ്ങൾ. ബൈ.